ട്രംപ് ഇതിനെ വെടിനിർത്തിക്കും. മനസ്സിലാകുന്നവർക്കായി. മോഡി സാർ രണ്ടുപേരുമായിട്ട് സംസാരിക്കുന്നു, ഒരു രക്ഷയുമില്ല. 3 മതങ്ങളുടെ സംഗമഭൂമിയാ ഇന്നത്തെ യെരുശലേം. ചത്താൽ ഇസ്രയേൽ ഈ ജെറുസലേം വിട്ടുകൊടുക്കത്തില്ല. ഈ ഹമാസ് ഇസ്രയേൽ വിഷയത്തോടനുബന്ധിച്ച് ഇതിന്റെ ഒരു ഒത്തുതീർപ്പിനെ പറ്റിയായിരിക്കും ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. വെളിപ്പാട് പുസ്തകം മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം അപ്പോക്കാലിപ്സ്. രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യം 22 അധ്യായം തുടങ്ങുന്നു. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസിയയിലെ 7 സഭ. 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ യഹൂദിന്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനം. 13 പിശാചിന്റെ തൃത്വത്വം. 14 സിയോൻ മലയിലെ കുഞ്ഞാട്. 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ. 16 7 കാഹളം, 7 കലശം, 7 ദൂതന്മാർ. 17 ഇന്നത്തെ വരാൻ പോകുന്ന മഹദിയാം ബാബിലോൺ ഇറാഖ്. 18 വ്യാപാര ഇറാഖ്. 19 അന്തിമ യുദ്ധത്തിന് മുമ്പ് കുഞ്ഞാടിന്റെ കല്യാണം. അത് കഴിയുമ്പോൾ 20 ഹർമഗദോൻ യുദ്ധം. 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. 1-ാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി. 22 യോഹന്നാന് പുസ്തകം മുദ്രയിടാം. ബിഹോൾഡ് ഐ ആം കമ്മിങ് സൂൺ. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, നീതിമാൻ സഭയിൽ കരയട്ടെ. സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇതാ ആക്കുറേറ്റ് വെളിപ്പാട്. ഇനിയും എത്ര പ്രസംഗങ്ങൾ പുറകെ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ബൈബിളിലേക്ക് ഒരു ഭാഗത്തിലേക്ക് വന്ന് പുതിയ നാം ഇസ്രായേലിലേക്ക് പോകുക വളരെ ശാന്തതയോടുകൂടി. എന്നെങ്കിലും ഇന്ന് ചരിത്രവും അവസാന സയൻസിലാണ് നാം എത്തുന്നത്. മത്തായി 24 3, 4, 5 ഇതിൻ്റെ ബേസ്. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകാവസാനത്തിനും അടയാളം. അപ്പോൾ യേശു പറഞ്ഞു 24, 32, 33, 34 അത്തിയെ നോക്കിയ ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പുള്ളതായി ഇല തളർക്കുമ്പോൾ വേനലെടുത്തു. അങ്ങനെ ഈ ഇസ്രായേൽ 7 രാഷ്ട്രങ്ങളുമായി യുദ്ധം ചെയ്യുന്നത് വരാൻ പോകുന്ന ലോകമഹായുദ്ധമാണ്. അത് കഴിയുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരും. അപ്പോൾ 3 ലോകങ്ങളെ പറ്റി ബൈബിളിലുണ്ട്. 1-ാമത്തെ ലോകത്തിൻ്റെ പേരാ പുരാതന ലോകം. അതാ നോഹയുടെ കാലം. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പരിവർത്തിച്ചു. അതിന് സയൻസിൽ യൂണിവേഴ്സ്, പ്രപഞ്ചം മലയാളം. അത് ഗ്രീക്ക് മൂലഭാഷ കാസ്മോസ്. അതാ നോഹയുടെ കാലം. 2-ാമത്തെ ലോകം ഇന്ന് തീരാൻ പോകും. 2 പത്രോസ് 3:10 കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തും. ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിയരികെ പാടും, ചൂള പോലെ കത്തുന്ന നാൾ വരും, ഇതാ ഈ ലോകം കത്തി നശിക്കും. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന് നമ്മുടെ കാലത്തിൻ്റെ അഭിനയിക്കുമ്പോൾ മാറിയ സഖാവ് EMS. അദ്ദേഹം ന്യൂഡൽഹിക്ക് പോവുക. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ത്യൻ എയർലൈൻസ് വിമാനം. എല്ലാവരും കേട്ടാട്ട് അദ്ദേഹത്തിൻ്റെ സീറ്റിൻ്റെ പുറത്തൊരു പാസ്റ്റർ ഇരിപ്പുണ്ട്. EMS മാർഷൻ്റെ ബുക്ക് വായിക്കുന്നു, പാസ്റ്റർ ബൈബിളും വായിക്കുന്നു. എല്ലാവരും കേട്ടാട്ടെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലാണ്. അപ്പോൾ എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ EMS ഈ പാസ്റ്ററോട് ചോദിച്ചു എന്തുവാ വായിക്കുന്നതെന്ന്. ബൈബിളാണ് വായിക്കുന്നതെന്ന്. സ്വോത്രം. ഉടനെ പാസ്റ്ററോട് ചോദിച്ചു എന്തുവാ അതിൽ എഴുതിയിരിക്കുന്നതെന്ന്. ഈ ലോകം കത്തിപ്പോകുമെന്ന്. സ്വോത്രം. ഉടനെ EMS പാസ്റ്ററോട് ചോദിച്ചു ഇത്രയും കാര്യം അറിഞ്ഞിട്ട് എത്ര പേരോട് പറഞ്ഞെന്ന്. മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. സ്വോത്രം. സഖാവ് EMS ചോദിച്ചാൽ ഇത്രയും കാര്യം അറിഞ്ഞിട്ട് എത്ര പേരോട് പറഞ്ഞെന്ന് മനസ്സിലാക്കുന്നവർക്കായി. ആ ലോകത്തിൻ്റെ പേര് അയോൺ. എന്നാൽ നമുക്ക് വരുവാനുണ്ടൊരു പുതുവാന ഭൂമി. 21:2 വെളിപ്പാട്. ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു, മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതിന് ഗ്രീക്ക് മൂലഭാഷ വിളിക്കുന്നു വൈക്കോമിന. അതുകൊണ്ടാണ് നമ്മൾ പാടും പുത്തനാം യെരുശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നത്. അന്നത്തെ പ്രത്യേകത എന്താ മക്കള്? നമ്മുടെ അരിക്കൊമ്പരുമായിട്ട് ഇടുക്കിയിലെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കും. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. കാഞ്ഞിരംകുളത്തെ തോമാച്ചൻ ടെറസിൽ കഞ്ചാവ് വളർത്ത്. ഒരു രക്ഷയില്ല. അതിനകത്ത് ഒരുക്കും ഇതും കാണത്തില്ല. സ്വോത്രം. അത് കഴിഞ്ഞ് കാഞ്ഞിരംകുളത്ത് അവറാച്ചൻ തെങ്ങേ കയറും. കൂമ്പിനകത്ത് തട്ടും. കള്ള് പോയിട്ടൊരു മണ്ണാങ്കട്ടയും കിട്ടത്തില്ല. സ്വോത്രം. അതിനുശേഷം നമ്മുടെ ചരുവളയിലെ ചിന്നമാമയ്ക്ക് പാവയ്ക്കൊക്കെ ഇഷ്ടം പോലെ തന്നെ കയ്പ് കാണത്തില്ല. സന്തോഷമില്ലല്ലോ. വിഴിഞ്ഞത്തെ റോസമാമയ്ക്ക് റോസയെ പിടിക്കാൻ മുള്ളും കാണത്തില്ല. കരമുയർത്തുന്നവർക്കായി. ഇതിൻ്റെ പേരാ വൈക്കോമിന്. പുത്തനാം യെരുശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. അങ്ങനെയെങ്കിൽ യോഹന്നാൻ്റെ ഒരു പ്രത്യേകതയോടെ പറഞ്ഞ് കടക്കാം. ഈ തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ ധന്യൻ ചൊല്ലി 14 ലേഖനം എഴുതി. എന്താ? പക്ഷേ അവൻ സുവിശേഷം എഴുതിയില്ല. അതോടൊപ്പം തന്നെ ലൂക്കോസ് വൈദ്യൻ 2 കാര്യം എഴുതി. 1 ലൂക്കോസിൻ്റെ സുവിശേഷം, അടുത്തത് അപ്പോസ്തല പ്രവൃത്തികളിൽ. യോഹന്നാൻ്റെ പ്രത്യേകത അവൻ 3 മേഖലയിൽ കടന്നു. 1
യോഹന്നാൻ്റെ സുവിശേഷം. എവിടം തൊട്ടാ? കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിൻ്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടിനെ അവൻ വരച്ചു കാട്ടി. 1, 2 അവൻ 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതി തിരുസഭയ്ക്ക് വേണ്ടി. ഇന്ന് രാത്രി അവസാന ഭാഗം വെളിപ്പാട് പുസ്തകവും പ്രവചനവും അവൻ എഴുതി. ഇന്ന് രാത്രി ഈ അപ്പച്ചനെ നമ്മുടെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കണം, അപ്പച്ച സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? അതിനോടനുബന്ധിച്ച് ലേഖനം എഴുതുവാൻ കൃപ ലഭിച്ചു. പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വെളിപ്പാട് എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ബാംഗ്ലൂരിലെ ബെറിയൻ്റെ ബിരുദമാണോ? കുമ്പനാട് ഹെബ്രോൻ ബൈബിളിൻ്റെ ഇന്ത്യ ബൈബിൾ കോളേജിൻ്റെ ബിരുദമാണോ? അല്ല. ആത്മീയ മന്ന വെള്ളറടയുടെ ബിരുദമാണോ? ആ അപ്പച്ചൻ പറയും അതൊന്നുമല്ല. അന്ത്യം വരെ കാൽവരിയുടെ കൊലക്കളത്തിൽ അവൻ്റെ മാറോട് ഞാൻ ചാരിയിരുന്നത് കൊണ്ട് സുവിശേഷം എഴുതുവാൻ എനിക്ക് ദൈവം കൃപ തന്നു, പ്രവചനം എഴുതുവാൻ കൃപ തന്നു, ലേഖനം എഴുതുവാൻ കൃപ തന്നു. മാതാവേ പിതാവേ അപ്പച്ച അമ്മച്ചി, ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, ബന്ധുക്കൾ മാറും, ആശ്രയം യേശുവിലായതിനാൽ ഞാൻ ഭാഗ്യവാൻ. കൈവിടാത്ത കർത്താവ് കൂടെ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രശ്നം ഒരിടത്ത് റഷ്യ ഉക്രൈൻ 2022 ഫെബ്രുവരി 22 മുതൽ വരുന്നു. മോഡി സാർ 2 പേരുമായിട്ട് സംസാരിക്കുന്നു. ഒരു രക്ഷയുമില്ല. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഇവിടെ നടക്കുമ്പോൾ ഒരു കാര്യം, 7 രാഷ്ട്രങ്ങളെ ഇസ്രയേൽ കൈകാര്യം ചെയ്യുന്നു. യമനെ അടിക്കുന്നു, സിറിയ അടിക്കുന്നു, ലെബനോനെ അടിക്കുന്നു, ഹമാസിനെ അടിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ചെല്ലാൻ പോകുന്ന ഒരു 3-ാം ലോകമഹായുദ്ധത്തിൽ. അങ്ങനെയെങ്കിൽ അറബ് ലീഗും ഇസ്രായേലുമായിട്ട് ഒരു ഒത്തുതീർപ്പ് വരും. അങ്ങ് വരണമെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരണം, എതിർ ക്രിസ്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധയോടെ, ഈ പ്രശ്നം തീരണമെങ്കിൽ ആൻറ്റി ക്രിസ്റ്റ് വന്നെങ്കിലേ മതിയാകൂ. ഇനി ഇവിടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ, 1-ാം ലോകമഹായുദ്ധം 1914 മുതൽ 19 വരെ അന്നൊരു സംഘടന വന്നു. PSC ടെസ്റ്റ് എഴുതുന്ന പിള്ളേർക്കറിയാം. ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന. രണ്ടാമത് 39 മുതൽ 45 വരെ ഒരു 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞു. അങ്ങനെ ഒരു സംഘടന വന്ന് ഇന്നുണ്ട്, യുണൈറ്റഡ് നേഷൻസ്. അതിൻ്റെ നേതാവ് അന്തോണീസ് ഗുട്ടറാസ്. ഇനി 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ഭരണത്തിൽ വരും, എതിർ ക്രിസ്തു. അതാ കുഞ്ഞ് വായിച്ചത് വെളിപ്പാട് 6:1-2. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര, ഇസ്രയേലുമായി പലസ്തീനുമായിട്ട് സമാധാനമുണ്ടാക്കാൻ ഒരുവൻ വരും. ഇന്നത്തെ അന്താരാഷ്ട്ര പ്രശ്നം എല്ലാവരും കേട്ടാട്ടെ. ഇന്നത്തെ അന്താരാഷ്ട്ര പ്രശ്നം യഹൂദന് ദേവാലയമില്ല. ഇത് 2 പ്രഭാഷണം, ഒരെണ്ണേ നമുക്ക് ഇന്ന് രാത്രി പ്രസംഗിക്കാൻ പറ്റൂ. ഇത് ഇസ്രയേലുമായിട്ടും പലസ്തീൻ അതോറിറ്റിയുമായിട്ട് എതിർ ക്രിസ്തു കരാർ ഒപ്പിടും. ഒരു കരാർ, 1 ദൈവാലയം അവൻ പണിഞ്ഞു കൊടുക്കും, 2 ജെറുസലേം അറബ് ലീഗിന് കൊടുക്കും. ഇതാ കരാർ. ഇനിയും കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ, ഇതൊരു അന്ത്യകാലം. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി 6 കാലുള്ള വെള്ളപ്പതാക. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ കണ്ട അതേ നക്ഷത്രം പോലെ വിദ്വാൻമാർക്ക് വഴികാട്ടിയതിലൂടെ അന്ന് ഇസ്രയേൽ സ്വതന്ത്രമാകുന്നത്. 22,700 കിലോമീറ്റർ ഇന്നത്തെ ഇസ്രയേൽ. 6 ജില്ലകൾ മാത്രം. ടെല്ലവീവുണ്ട്, ജെറുസലേമുണ്ട്, ആഷ്കലോനുണ്ട്, അഷ്തോദുണ്ട്, ഡിമോനുണ്ട്, ഹൈഫയുണ്ട്. 6 ഡിസ്ട്രിക്റ്റാണ് നമ്മൾ കാണുന്ന ഇസ്രയേൽ. അക്കരെ ഒരു മണ്ണ 6750 കിലോമീറ്റർ കിടപ്പുണ്ട്. ഫലസ്തീൻ പ്രൊവിൻസ്, അതാ റമല്ലയുണ്ട്, വെസ്റ്റ് ബാങ്ക് ഉണ്ട്. അതിനോടനുബന്ധിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജനനകാലത്ത് നസറേത്തും ഇന്നത്തെ ഫലസ്തീനിലാണ്. ഇപ്പുറത്ത് കിടക്കുന്നത് ഗാസ, 271 കിലോമീറ്റർ. ഇതുവരെ ഇസ്രയേൽ പിടിച്ചിട്ടില്ല. ഇന്നും അടി നടക്കുന്നു. കാന്യൂനിസും സഗറും അതിനോടനുബന്ധിച്ച് ലൂതും റാഫയും. ഇത്രയുമാ ചരിത്രം നോക്കുമ്പോൾ ഇന്നത്തെ ഗാസ. ഇതിൻ്റെ നടുവിലൊരു സംഭവമുണ്ട്. അതിൻ്റെ പേര് കിഴക്കൻ ജെറുസലേം. 671 കിലോമീറ്റർ കിടക്കുന്നതാണ്. സംഭവങ്ങൾ മനസ്സിലാക്കണം. ജെറുസലേമിനോടുള്ള വിഷയത്തിൽ 15 കാര്യങ്ങൾ ലോക ചരിത്രത്തിൽ. 1 കേട്ടോണോ, ഇതിലാണ് ഈ അന്തിമ യുദ്ധം എത്താൻ പോകുന്നത്. എതിർ ക്രിസ്തു ഇതിനെ ഒത്തുതീർപ്പ് കൊണ്ടുവരും. എന്താ ജെറുസലേം? കേട്ടോണ്ടിരിക്കാം. 1 ദാവീദിൻ്റെ പട്ടണം. 2 5000 വർഷം പഴക്കമുള്ള നഗരം. 3 മതങ്ങളുടെ സംഗമഭൂമിയാണ് ഇന്നത്തെ യെരുശലേം. ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം. 4 ജെറുസലേമിൻ്റെ പ്രത്യേകത, മുസ്ലിം സഹോദരങ്ങളുടെ മക്ക മദീന കഴിഞ്ഞാൽ 3ാമത്തെ പള്ളി അൽ-അഖ്സ മോസ്ക് ഇവിടെ. 5ാമത്തെ കാര്യം, മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത പാറ അവിടെ. ഇസ്ലാം സഹോദരങ്ങൾ പറയുന്നു ഡോം ഓഫ് റക്ക്, തെറ്റായ വാക്ക, അവരങ്ങനെ പറയുന്നു. 6 യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഇവിടെ. ക്രൂശ് ചുമന്ന കിദ്രോൻ തോട് ഇവിടെ. തൈലലേപനം നടത്തിയത് ഇതേ യെരുശലേമിൽ. 8 കാര്യം. 9 മറിയാമ്മച്ചിയുടെ കല്ലറ ഇവിടെ. 10ാമത്തത് അരിമത്തേക്കാരനായ യോസഫിൻ്റെ കല്ലറയും ഇതേ യെരുശലേമിനോട് ചേർന്ന്. 11 യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് വന്ന് ശിഷ്യന്മാരടുത്ത് പറഞ്ഞത് 1.5 കോടി തരാമെന്നല്ല. സന്തോഷമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ പാസ്റ്റർമാർക്ക് സന്തോഷം വരുന്നില്ല. യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം. മനസ്സിലാകുന്നവർക്കായി. അതും ഇതേ പട്ടണത്തിൽ. 12ാമത്തെ കാര്യം, ലോക ചരിത്രത്തിൽ 60 പ്രാവശ്യം യുദ്ധം നടത്തും. 13ാമത്തെ പ്രാവശ്യം 46 പ്രാവശ്യം ജനം ഓടിപ്പോയി. 14ാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 14ാമത്തെ കാര്യം 30 പ്രാവശ്യം മുറിവേറ്റ്. 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശ ധീരനായ ബാപ്പുജിയ. യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരുവനുണ്ട്, അവൻ്റെ പേര് തിയോഡർ ഹെർസൺ. അവൻ്റെ കല്ലറ ഈ ജെറുസലേമിലാണ്.
ചത്താൽ ഇസ്രയേൽ ജെറുസലേം വിട്ടുകൊടുക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഇതിനു വേണ്ടി ആ അടി വരുന്ന ഭാഗം ഞാൻ തൊടുന്നില്ല. മറ്റൊരിക്കൽ കാഞ്ഞിരംകുളത്ത് വരുമ്പോൾ പറയാം. അതാ സെക്കറിയ പ്രവചനം 12:2-3. ഈ യുദ്ധം പോകുന്നത് ജെറുസലേമിൽ. അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഭാരമുള്ളൊരു കല്ലാക്കി വെക്കും. സ്തോത്രം. വരാൻ പോകുന്ന സംഭവമാണ് ഈ പ്രശ്നം. ഇവിടുത്തെ മോഡി വിചാരിച്ചാലും നടക്കത്തില്ല, ട്രംപ് വിചാരിച്ചാലും നടക്കത്തില്ല, ആര് വിചാരിച്ചാലും നടക്കത്തില്ല. വെള്ളക്കുതിരയുമായിട്ട് ഒരുവൻ വരും, അവൻ ഇസ്രയേലിനോട് കരാറ് കൊടുക്കും, നിങ്ങൾക്ക് ദേവാലയമില്ല, ഞാൻ പണിഞ്ഞു തരാം. അപ്പോൾ ജാതികൾക്ക് ജെറുസലേം കൊടുക്കും. ഇതാ വരാൻ പോകുന്ന അന്ത്യകാലം. അതിലൊറ്റ ഭാഗം ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സംഭവം യഹൂദനോടുള്ള ബന്ധത്തിൽ താഴ്മയോടെ യഹൂദൻ്റെ ദേവാലയം, ഒന്നാമത്തെ ദേവാലയം, സമാഗമന കൂടാരം, മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ പണിയപ്പെട്ടത്. സമാഗമന കൂടാരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അത് മരുഭൂമിയിൽ പോയി. രണ്ടാമത്തെ ദേവാലയം ഏവരും കേൾക്കണം. ജ്ഞാനിയായ ശലോമോൻ ദേവാലയം ഏകദേശം 1,56,000 ആടുകളെ അറുത്തു. പുരോഹിതന്മാർ കൂർനോക്കാതെ നിലവിളിച്ചു, അവൻ നല്ലവൻ, അവൻ്റെ എന്നേക്കുമുള്ള ദൈവ സാന്നിധ്യം ഇറങ്ങി. ആ ദേവാലയം തകർത്ത് കളഞ്ഞു. ആരാ? BC 606 നെബൂഖദ്നേസർ. എല്ലാവരും കേട്ടോണം. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ദേവാലയം സ്വർഗം പറഞ്ഞു, കോരശ് എൻ്റെ ഇടയൻ, എസ്രാ, നെഹമ്യാവ്, കോരശ്, അതിനകത്ത് സെറബാബേൽ ഇവരെ കൊണ്ട് മൂന്നാം ദേവാലയം പണിഞ്ഞു. അത് തകർന്നില്ല. അങ്ങനെയെങ്കിൽ ഭരണകൂടങ്ങൾ മാറി. ഇന്ന് രാത്രി മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റ്. 1 നെബൂഖദ്നേസർ തല തങ്കം, 2 നെഞ്ചും കൈയും ദാര്യാവേശ്, 3 ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ, 4 റോമിൻ്റെ ഭരണത്തിലാ ഹേരോദാവ് 46 വർഷം കൊണ്ട് പണിയുന്ന ദൈവാലയത്തിലാ ആര് ചെന്നേന്നറിയാമോ? യേശു ചെന്നു. അതാ ഓശാന പെരുന്നാൾ. മത്തായി 24:1-2 അവൻ ദൈവാലയത്തിൽ ചെന്നു, ഓശാനയിൽ പ്രസംഗം നടത്തി, ആലയത്തിൻ്റെ പണി കാണിച്ചു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. കരമുയർത്തുന്നവർക്കായി. ഇന്ന് യഹൂദന് ദേവാലയമില്ല. ഇന്ന് 2 കാര്യങ്ങളെ ഉള്ളൂ. 1 വിലാപമതിൽ. എന്താ വിലാപമതിൽ? അന്നത്തെ ശലോമോൻ പണിഞ്ഞ മതിലിൻ്റെ പേരാ വിലാപമതിൽ. അതിനവർ വിളിക്കുന്നത് വെസ്റ്റേൺ വാൾ. കഴിഞ്ഞ ദിവസം നിങ്ങൾ പറയണം, ഇസ്രയേലിലെ ഇന്നത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു യഹൂദനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാ ഇറ്റാമിൻ ബെൻഗീർ. അവൻ അവിടെ ചെന്ന ആലയത്തിൽ തലയിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. മൊബൈൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ തലമുറയെ ഞങ്ങൾ ദൈവാലയം പണിയും. തീർന്നില്ല. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ മുൻപോട്ട് വരുമ്പോൾ നമ്മുടെ സഹോദരിമാർ ഒരു ഷാൾ ഇടുന്നത് പോലെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വിലാപമതിൽ തലയിടിച്ചിട്ട് ആരെ ആക്രമിക്കാൻ പോയെന്നറിയാമോ? ഇറാനെ ആക്രമിക്കാൻ പോയത്. ഇതിൻ്റെ പിൻപിൽ യഹൂദന് വേണ്ടി ദേവാലയം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം. ഇന്ന് അവർക്ക് വിലാപമതിലുണ്ട്. 2 ഒരു കിഴക്കേ വാതിലുണ്ട്. ആ കിഴക്കേ വാതിൽ 1967 അറബ് ലീഗ് തുറക്കാൻ നോക്കി, പറ്റിയില്ല. 75 ജോർദാനിലെ ഹുസൈൻ രാജാവ് തുറക്കാൻ നോക്കി, പറ്റിയില്ല. അത് വീണ് പോയി. അദ്ദേഹം വീണു, വാതിൽ തുറന്നില്ല. അങ്ങനെയെങ്കിൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മുൻ വായിക്കേണ്ട. എസക്കേൽ 44:1-2 വീട്ടിൽ ചെന്ന് വായിക്കണം. യഹോവയായ കർത്താവ് എന്നെ ദേവാലയത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിലേക്ക് കൊണ്ടുപോയി. ഇത് അടച്ചിരിക്കണം, ആരും തുറക്കരുത്. യഹോവയായ കർത്താവ് ഇതിൽ കൂടി കടന്നത് കൊണ്ട് ഈ വാതിൽ അടച്ചിരിക്കണം. അതുകൊണ്ട് സങ്കീർത്തനം 24:7 ബൈബിൾ കൂടെ വെക്കണം. നമ്മുടെ കർത്താവ് ദാവീദിനോട് പറഞ്ഞ വാക്കുകളാ. ദാവീദിന്റെ അടുത്ത സങ്കീർത്തനത്തിൽ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പോയ വാതിൽ കൂടി തന്നെ അവൻ മടങ്ങി വരും. നമ്മുടെ കർത്താവ്, അവൻ ആരാ? വാഴ്ത്തപ്പെട്ട കർത്താവ്, മഹത്വത്തിന്റെ കർത്താവ്. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ വരും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഈ ഗ്രൗണ്ടിലിരിക്കുമ്പോൾ ക്ലിയർ കേൾക്കണം അന്ത്യകാല സംഭവം. അതുകൊണ്ട് തന്നെ സമയം നേരത്തെ എടുത്തത് 15 കാര്യങ്ങൾ യഹൂദനോടുള്ള ദേവാലയത്തിൻ്റെ ബന്ധത്തിൽ റെഡിയായി. ഇനി വളരെ സാവധാനം അവർ വീഡിയോ കൊടുക്കുമ്പോൾ ഇത് കാണിക്കുകയും ചെയ്താണ്ട് വരാൻ പോകുന്ന ഇതാ വെള്ളക്കുതിര, ഏകലോക ഭരണം, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൈക്രോ ചിപ്പ്. ഇതൊന്നും എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങൾ മാത്രം ഇന്നിവിടെ പ്രസംഗിച്ചത്. ഒരുവൻ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമായി ഒരു സംഭവം, അതിനാസ്പദമായി ചില സംഭവങ്ങൾ ഇവിടെ നടന്നു. അതിനാസ്പദമായി അമേരിക്കയിലെ ട്രംപ് വന്നപ്പോൾ ഒരു സംഭവം നടന്നു. ഞാനത് തെളിവ് കാണിച്ചില്ലെങ്കിൽ ഇത് ലോകരാജ്യങ്ങൾ മുഴുവൻ പോകുന്നത് കൊണ്ട് നമുക്ക് ആ തെളിവ് കാണിക്കണം. എൻ്റെ കയ്യിൽ ഫയലിൽ ഇരിപ്പുണ്ട്. എന്താ? ജെറുസലേമിനെ പറ്റി അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ വന്നപ്പോൾ ഒരു സംഭവം നടന്നു. 1 ജെറുസലേം ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി. അതിൻ്റെ കാര്യം നിങ്ങളോട് പറയാം. എന്താ? ഇസ്രയേലിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവരുടെ തലസ്ഥാനം ടെൽ അവീവായിരുന്നു. ഞാനിത് കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പലരും പറയും, എന്തിനാ പേപ്പർ കാണിക്കുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ പിന്നെ പാവപ്പെട്ട ജസ്റ്റിൻ രാജ് ഭാഷ പിടിക്കരുത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം ദാണ്ട്. അതുകൊണ്ട് ദൈവദാസന്മാരും കണ്ടാട്ടെ, വേണേ ഒരു പടം എടുത്താട്ടെ. സ്വോത്രം ദാ അടക്കുന്നു. സ്വോത്രം ദാണ്ട്. മക്കളെല്ലാം കാണണം. 1900
1948 മെയ് 14 ഇസ്രയേൽ സ്വാതന്ത്ര്യമായപ്പോൾ അവരുടെ തലസ്ഥാനം ടെല്ലവീവായിരുന്നു. ഈ വായാടി ട്രംപ് 2017 വന്ന് ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി പള്ളി പണിയുവാൻ. ഒന്നാമത്തെ സംഭവം. 2, എല്ലാവരും കേൾക്കണം. 2, ട്രംപിൻ്റെ മകളുടെ പേര്, ഇത് കർത്തൃദാസന്മാർ കണ്ടോണം, അവളുടെ പേരാ ഇവാങ്കലിൻ. അവളെ കെട്ടിയ ഒരു യഹൂദ ചെറുപ്പക്കാരൻ, അവൻ്റെ പേരാ ജാറേദ് കുഷ്ണർ. അവൻ വന്നിട്ട് എംബസി അവിടെ സ്റ്റാർട്ടാക്കി ജെറുസലേമിൽ. ഇപ്പോൾ അമേരിക്ക അവിടെ ആക്കി, ബ്രസീലാക്കാൻ പോകുന്നു, ഇന്ത്യ ആക്കാൻ പോകുന്നു, ഫ്രാൻസ് ആക്കാൻ പോകുന്നു. മലയാളം പള്ളി പണിയുന്നതിന് മുമ്പിട്ട് നമ്മൾ ക്യാമ്പ് ഓഫീസ് തുടങ്ങും, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതിൻ്റെ പേരാ എംബസി. രണ്ടാമത്തെ കാര്യം, ഈ ട്രംപിൻ്റെ മോടെ പേരാ ഇവാങ്കലിൻ. അവളെ കെട്ടിയവനാ ജാറേദ് കുഷ്ണർ. അവൻ്റെ പാർട്ട്ണറാണെന്നറിയാമോ? തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന എലോൺ മസ്ക്. സന്തോഷമില്ലല്ലോ? നമ്മുടെ 2 മൊബൈൽ അവൻ കൊണ്ടുപോയി. റിലയൻസും കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് റിലയൻസ് ജിയോയും എയർടെല്ലും. സിമ്മ് മാത്രം മതി, വേറെയൊക്കെ പോയി. സാറ്റലൈറ്റ് ഫോൺ. സന്തോഷമില്ലല്ലോ? ആരും സന്തോഷമില്ലല്ലോ? സ്വോത്രം. വയറും വേണ്ട, കയറും വേണ്ട. റിലയൻസ് ജിയോ എവനുമായിട്ട് കമ്പനിയായി, എലോൺ മസ്കുമായിട്ട്. വരാൻ പോകുന്ന സാറ്റലൈറ്റ് ഫോൺ. ഒരു സിമ്മുമായിട്ട് ലോകത്ത് എവിടെയും പോകുന്നത്. സന്തോഷമില്ലല്ലോ? ലോകം ഒരുവൻ്റെ കയ്യിൽ. പത്രം വായിച്ചില്ലായിരുന്നു? കുഞ്ഞമ്മാമ്മ മതിലിയാടിയതാ വായിച്ച. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. സാറ്റലൈറ്റ് ഫോൺ വരാൻ പോകുന്നു. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞാൽ, ഇന്ന് പറയുക അരി വിട്ടിരിക്കുന്നു. സ്വോത്രം. പണ്ട് ഈ ലൈവ് എടുക്കാൻ എന്തൊക്കെയാണ് വരുന്നത്? ഒരു വാൻ വരും, ഒരു ക്യാമറാമാൻ വരും, എല്ലാം വരും. ഇപ്പോൾ അജി ബ്രദർ ഒരു സൂട്ട് കേസുമായിട്ട് വരും. കല്യാണത്തിന് പെൺകുട്ടിക്ക് മണവാട്ടി പോകുന്ന പോലെ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതിനകത്ത് 2 ക്യാമറ, ഒരു ലാപ്ടോപ്പ്, ഒരു ചെകുത്താൻ്റെ കണക്ക്, ഒരു തല, കീക്കി കൂക്കും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എവിടം വരെ? ഇന്ന് അമേരിക്ക വരെ കാണാം. അതിൻ്റെ അർത്ഥമാ ഫൈബർ നെറ്റ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം. നിങ്ങളുടെ വീട്ടിൽ വരുന്ന കേബിളുണ്ടല്ലോ, എല്ലാം മുറിക്കാം. അമ്മണി ചേച്ചിക്ക് എല്ലാം തുണി നൂത്തിടാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എല്ലാം പോവുക. സ്വോത്രം. ഏഷ്യാനെറ്റിൻ്റെ കേബിളും വേണ്ട, വോഡാഫോണിൻ്റെ കേബിളും വേണ്ട, അത് കഴിഞ്ഞ് കേരള വിഷൻ്റെ കേബിളും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. സ്വോത്രം. സാറ്റലൈറ്റ് വഴി സിഗ്നൽ നിങ്ങളുടെ മൊബൈലിലും വരും. നിങ്ങളുടെ ഫൈബർ നെറ്റ്, ഒരു കൊച്ചു പെട്ടി വീട്ടിൽ ഇരുന്നാൽ മതി. ഒരു കണക്ഷനും വേണ്ട. 2 ചെകുത്താൻ്റെ മുകളിൽ കറണ്ട് കൊടുത്താൽ മൊബൈലിൽ കാണുകയും ചെയ്യാം. പടവും കിട്ടും, വൈഫൈയും കിട്ടും. എല്ലാം മനസ്സിലാകുന്നവർക്കായി ലോകം ഒരുവന്റെ കയ്യിൽ. അതിനാസ്പദമായി മൊബൈൽ സിം മാറുന്നു, സാറ്റലൈറ്റ് ഫോൺ വരാൻ പോകുന്നു. മനസ്സിലാകുന്നവർക്കായി ക്ലിയർ. അവനാ ഇവിടുത്തെ ഇന്ന് നമ്മുടെ ഏഷ്യാനെറ്റ് ചുമതലയുള്ള രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ട് ഇവിടെ മത്സരിച്ച വ്യക്തിയായിട്ട് ഏറ്റവും അടുപ്പായ എലോൺ മസ്ക് വരാൻ പോകുന്നു ഇന്ത്യയിൽ. 2 ടെലികോം കമ്പനി അവൻ കൊണ്ടുപോയി. എയർടെലും കൊണ്ടുപോയി, ജിയോയും കൊണ്ടുപോയി. അതുകൊണ്ടല്ലേ ഇപ്പോൾ ആൾക്കാർ വരുന്ന നല്ല സ്പീഡുണ്ടെന്ന്. സന്തോഷമില്ലല്ലോ? BSNL നിന്ന് കണ്ണടച്ചുകൊണ്ടിരിക്കും, എയർടെൽ നല്ല സ്പീഡിൽ ഓടുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റ് ആയിട്ടും ബന്ധം സ്ഥാപിച്ചു അന്ത്യകാലം. മൂന്നാമത്തെ കാര്യം, എംബസി മാത്രമല്ല, ഇസ്രയേൽ ജൂതരാഷ്ട്രം. മനസ്സിലാകുന്നവർക്കായി ഇനി ആർക്കും അവനെതിരെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. 3 കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു. പള്ളി പണിയാൻ 4 മുതൽ പറയാം. 4ാമത്തെ കാര്യം, ഇന്ന് രാത്രി ഇന്ത്യ പെന്തക്കോസ്റ്റ് ഗ്രൗണ്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ 44 ദിവസം കൊണ്ട് പണിയാനുള്ള സ്ട്രക്ചർ. 5 പണി ഒരു കമ്പനിയെ ഏൽപ്പിച്ചു. ആ കമ്പനിയുടെ പേരാ ടീം ആൻഡ് ബെയർ കോൺട്രാക്ടിങ് കമ്പനി. 6 ഭൂമി കുടിക്കാൻ വേറൊരു കമ്പനി വന്ന് ഹാൽക്രോ. 7 യഹൂദൻ 60 ലക്ഷം $3 മില്യൺ സ്വോത്രകാഴ്ച ഇട്ട് കഴിഞ്ഞു പള്ളി പണിയാൻ. 8ാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം. യെരുശലേം ദൈവാലയത്തിന് എല്ലാവരും ഇത് കണ്ടോണം. 8ാമത്തെ കാര്യം പാസ്റ്റർമാരും കണ്ടോണം. യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കുട്ടികളെ യഹൂദൻ വളർത്തിക്കൊണ്ടുവന്നു. ക്ലിയറായി. അതാ റെഡ് അങ്കസ് കിടക്കുന്നു. ചുവന്ന പശുക്കുട്ടി യെരുശലേം ദൈവാലയത്തിന് വേണ്ടി. 8. 9ാമത്, കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജ് ഉള്ളതുപോലെ യഹൂദൻ്റെ പഴയ നിയമം തൽമൂദ് പഠിപ്പിക്കാൻ 300 കുഞ്ഞുങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. 10ാമത്തെ കാര്യം, അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് 4 ചുവന്ന പശുക്കളെ യഹൂദൻ്റെ ആലയത്തിന് വേണ്ടി കൊണ്ടുവന്നു. 11, യഹൂദൻ ഒരാലയം വന്നാൽ സകല ഇസ്രായേലുകാരും മടങ്ങി വരും. അപ്പോൾ റോഡിൽ ട്രാഫിക് ഉണ്ടാവും. അതിനുവേണ്ടി ഇന്നൊരു ചെറുപ്പക്കാരൻ ബ്രിട്ടനിൽ പഠിപ്പിക്കുന്നു. അവൻ്റെ പേര് ഏതാ? ഏറ്റവും നല്ല ഒരു ചെറുപ്പക്കാരൻ റോണിയൽ ഷക്കർ. ഒരു യഹൂദൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ട്രാഫിക്കിന് വേണ്ടി. 12, യഹൂദൻ്റെ ദൈവാലയത്തിൽ ഒരാൾ യാഗപീഠത്തിൽ സമർപ്പിക്കണമെങ്കിൽ ലേവിയിലെ പുരോഹിതൻ ഒരു മാർപ്പതക്കം വേണം. മെഡിറ്ററേനിയൻ കടലിലെ ഒച്ചിന് അതിനെ പിടിച്ച് ബാലരാമപുരത്തെ കൈത്തറിയിൽ നിന്ന് തുണി ഉണ്ടാക്കുന്നത് പോലെ $1,70,00,000 വിലയുള്ള മാർപ്പതക്കം ഇസ്രയേൽ റെഡിയാക്കി. 12 കാര്യം. 13ാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം. യഹൂദൻ്റെ ദേവാലയത്തിന് വേണ്ടി 13ാമത്തെ കാര്യം, ഒരു നിർണായകമായ സംഭവം. ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ ഇവിടെ യഹൂദന് വേണ്ടി വിഷയമുണ്ടായപ്പോൾ ഏറ്റവും നല്ലൊരു സംഭവം അവിടെ തുടങ്ങി. ഹനൂക്ക ഫെസ്റ്റിവൽ ഡിസംബർ മാസത്തിൽ ഏറ്റവും നിർണായകമായി. 14ാമത്തെ സംഭവം ഇനി കേൾക്കണം.
ഇപ്പോൾ അവൻ ചുവന്ന പശുവിനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അറുത്ത് കാണിച്ചു യാഗപീഠത്തിൽ. ഇതെല്ലാം മൊബൈലിൽ കേൾക്കണം. 15-ാമത്തെ സംഭവം, ആലയത്തിന് വേണ്ടി അവൻ കാണിക്ക റെഡിയാക്കുന്നു. മോൻ വായിക്കാം, പുറപ്പാട് പുസ്തകം 30, 12, 13. അതുകൊണ്ടാണ് ഞാൻ പാസ്റ്ററോട് പറഞ്ഞ വളരെ താമസിച്ച് പെരിയെ പോകത്തുള്ളൂ, മനസ്സിലാക്കണം. പുറപ്പാട് 30, 12, 13 വായിച്ചിട്ട് മോനെ. പുറപ്പാട്. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന്, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തരും താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അടുത്ത വാക്ക്, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേക്കൽ കൊടുക്കണം. പാസ്റ്റർ അവിടെ ഒന്ന് നിൽക്കണം. ബൈബിൾ ക്ലാസ് പോകുന്ന പോലെ അരശേക്കൽ. 48 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായത്. 70 യഹൂദൻ ലോകത്തിലെ പണക്കാരായി. നമ്മൾ ഈ 1 രൂപ 2 രൂപ വലിച്ച് താഴെ കളഞ്ഞോലോ അവന്മാർ ശേക്കൽ അങ്ങ് കളഞ്ഞ്. നമ്മുടെ 2 പൈസ 1 പൈസ 5 പൈസ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ 10 രൂപയ്ക്ക് മോരുമെള്ളമായിരുന്നു. സന്തോഷമില്ല. 10 പൈസ ഒരു മോരുമെള്ളം 10 പൈസ. സന്തോഷമില്ലല്ലോ, സ്വത്രം. അതിനകത്തൊരു പണ്ടത്തെ കാലത്ത് ഒരു ഇച്ചിരി കണ്ണിമാങ്ങം കൂടെ തരും. ഇടയ്ക്ക് 2 പീരീഡ് കഴിയുമ്പോൾ സാറ് പറയും നിങ്ങൾക്ക് മോരുമെള്ളം കുടിച്ചിട്ട് വരാം. 10 പൈസയായിട്ട് കടയിൽ പോകും. സന്തോഷമില്ലല്ലോ, സ്വത്രം. അന്നത്തെ 10 പൈസ അതൊക്കെ ഇന്ന് പലരേലും ഇരിപ്പുണ്ട്, സ്വത്രം. അതുപോലെ യഹൂദന് പണമായപ്പം നമ്മൾ ഈ 50, 25 വലിച്ചെടുത്തതുപോലെ അവൻ ദൂരെ കളഞ്ഞു. സംഭവം 2019 കോവിഡ് വന്നപ്പോൾ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അരശേക്കൽ കോയിൻ അടിച്ചു തുടങ്ങി. എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, യഹൂദന്മാരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ആലയം ഓപ്പണായാൽ അന്നേരം കാണിക്കയിടണം. സ്വോത്രം. അതുവരെ ഇസ്രയേൽ സംഭവിച്ചു കഴിഞ്ഞു. അരശേക്കൽ കാണിക്ക. വായിക്കാം. അടുത്ത വാക്ക് വായിച്ചോട്ടെ. അടുത്ത വാക്ക് വായിക്കോ. ശേക്കൽ എന്നത് 20 ഗേര ഇസ്രയേലിന്റെ കണക്കാ. അടുത്തത്, ആ അരശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. അതിന്റെ പ്രത്യേകത, ഏറ്റവും വലിയ സമ്പന്നന്മാര് യഹൂദന്മാര്. ഒരുത്തം കൊണ്ട് ചെന്ന് 2 ലക്ഷം ഇടരുത്. തൊഴിലുറപ്പിന് വന്ന ചിന്നമ്മാമ കൊണ്ട് 1/4 ശേക്കൽ ഇടരുത്. സ്വത്രം. അതാണ് ഇതിന്റെ സംഭവം. പുറകെ വായിച്ചു തരാം. ഇത് അളവും തൂക്കവും ക്ലിയർ ആയിരിക്കണം. യെരൂശലേം. അടുത്ത വാക്ക് വായിച്ചിട്ട് മന്നെ. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. അടുത്തതും പാസ്റ്റർ വായിച്ചാട്ടെ. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശേക്കൽ അധികം കൊടുക്കരുത്. എലോൺ മസ്ക് യഹൂദൻ അവൻ കൊണ്ടുവന്ന് കോടി തട്ടരുത്. കോർപ്പറേഷൻ തൂക്കുന്ന ചിന്നമാമ കാലം കൊടുക്കരുത്. അതുകൊണ്ട് തല എണ്ണ ട്രഷറിന്ന് കൊടുത്തേക്കുന്ന. അടുത്ത വാക്ക്, ദരിദ്രൻ കുറിച്ച് കൊടുക്കുകയും മതി. അതുകൊണ്ട് ഇന്ന് രാത്രി പെരിയൽ ഗ്രൗണ്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇസ്രയേലിന്റെ യഹൂദന്റെ സംഖ്യപ്രകാരം കുഞ്ഞുങ്ങൾ വേണ്ട 20 വയസ്സ് കഴിഞ്ഞവർ മുഴുവൻ തല എണ്ണി നമ്മുടെ ആധാറിൽ കണക്കെടുത്തോല് യഹൂദന്റെ ട്രഷറിയിൽ നിന്ന് കോയിൻ അടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തു വെച്ചിരിക്കുക. ഏത് സമയത്തും ആലയത്തിനകത്ത് കാണിക്കയിടാൻ. അതൊന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം കേട്ടാട്ടെ. 2023 ഒക്ടോബർ 7. ഈ ഒക്ടോബർ 7 ആകുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇസ്രയേലിനോടുള്ള ആക്രമണം 2 വർഷം. ആമോസിന്റെ പ്രവചനമാണ്. അത് പ്രസംഗിച്ച സമയം പോകും. ഞാൻ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും, യെരൂശലേമിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അന്ന് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, വി ആർ അറ്റ് വാർ. എല്ലാവരും ബാക്കി കേൾക്കണം. IPC കാരൻ കേട്ടോ. എന്താ പ്രശ്നമെന്നറിയാമോ? അദ്ദേഹം ലോകരാജ്യങ്ങളോട് പറഞ്ഞ്, അപ്പൻ ആരോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അമ്മയുടെ പേര് യഹൂദ സ്ത്രീ ഉണ്ടെങ്കിൽ ആർക്കും മടങ്ങി വരാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എന്താ കർത്താവിന്റെ വരവിന്റെ ലക്ഷണം? ഇന്ന് രാത്രി ഇസ്രയേലിന്റെ എയർപോർട്ട് ഉണ്ട്, ഡേവിഡ് ബെൻഗൂറിയൻ എയർപോർട്ട്. എല്ലാവരും കേട്ടാട്ടെ. ഡേവിഡ് ബെൻഗൂറിയൻ എയർപോർട്ട് ഇസ്രയേലിന്റെ. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ നമ്മൾ കൗണ്ടർ സ്ഥാപിക്കുന്ന പോലെ. ആ കൗണ്ടറുടെ പേര് റോഷ് ഹോസ് എന്ന ഗ്രൂപ്പ്. വരുന്ന യഹൂദനെ സ്വീകരിക്കാൻ വേണ്ടി സകലരും കാത്തിരിക്കുക. ബാക്കിയുള്ള ചെറുപ്പക്കാർ കേൾക്കണം. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്, ഏലാ താഴ്വര. ആ ഏലാ താഴ്വരയ്ക്ക് ഇസ്രയേൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, എലാത്ത് വാലി. അവിടെ ഇന്ന് ലൈഫ് മിഷൻ വീട് പണിയുന്ന പോലെ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്ന പോലെ ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 3150 വീടുകൂടെ പണിയാൻ ഇസ്രയേൽ പണം കൊടുത്തു കഴിഞ്ഞു. മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി വീടുകൾ ഒരുങ്ങുന്നു. ബൈബിളിനകത്തുണ്ടോ? പ്രവചനങ്ങൾ നിറവേർത്തേർന്നു. എസെക്കിയേൽ പ്രവചനം 36:24. ബൈബിൾ കൂടെ എടുക്കണം. അതുകൊണ്ട് കുഞ്ഞിനെ വാക്യം അന്ത്യകാല സംഭവമാണ്. എസെക്കിയേൽ 36:24. യഹൂദൻ മടങ്ങി വരുമോ? വായിക്കാം. നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിന്നെ സകല ദേശത്ത് നിന്ന് ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തുന്നവർക്ക് യഹൂദൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. യഹൂദൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്ന 2 കാര്യം. ഒന്ന്, ഒരു 3-ാം ലോകമഹായുദ്ധം.
അതോടനുബന്ധിച്ച് 2 യഹൂദൻ്റെ ആലയം. കഴിഞ്ഞ വർഷങ്ങളിൽ കൊച്ചിയിൽ നമ്മുടെ തോപ്പുംപടിയിലാണ് ഞാൻ കൺവെൻഷന് പോയത്. യോഗം കഴിഞ്ഞതിന് ശേഷം IPCയിലെ അലക്സാണ്ടർ സാറിൻ്റെ വീട്ടിലാന്ന് തോന്നുന്നു എനിക്ക് ഭക്ഷണം തന്നെ. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, മട്ടാഞ്ചേരി സൈഡാണ്, അടുത്ത ഒക്ടോബറിലും അങ്ങോട്ട് പോവുക, കടലോര കൺവെൻഷൻ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് ഇവിടുത്തെ യഹൂദന്മാരെല്ലാം പോയോന്ന്. അപ്പം പറഞ്ഞു ബാബുച്ചേട്ടൻ മാത്രം ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ, ഒരാളെ ഉള്ളെന്ന്, ബാക്കിയെല്ലാം പോയെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, വല്ല വീടെങ്ങാനും വിൽക്കാനുണ്ടോ കായലോരത്തും കടലോരത്തും? അപ്പം പാസ്റ്ററിനോട് ചോദിച്ചു, കൈ കാശുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു പ്രസംഗിച്ച കാശുണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററേവന്മാർ ഒരു വീടും വിൽക്കത്തില്ലെന്നും പരമകള്ളന്മാരാന്ന് മനസ്സിലാക്കുന്നവർക്കായി എല്ലാം പൂട്ടിയിട്ട് ഓൺലൈനിൽ പൈസ കരമടച്ചുകൊണ്ടിരിക്കുക. ഇരിങ്ങാലക്കുട, ചാലക്കുടി, അങ്കമാലി, കൊരട്ടി, മാള എന്ന് പറയുന്ന സ്ഥലം വല്ലവരും കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാനാ? തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ സൂപ്പർ ഫാസ്റ്റ് പോസ്റ്റും ബോർഡ് നോക്കിയാൽ മതി, മാള സൂപ്പർ. സന്തോഷമില്ലല്ലോ. ഈ മാള എവിടുന്ന് വന്നതെന്നറിയാമോ? മലയാളമല്ല, കരുണാകരൻ മത്സരിച്ച മാള. അത് യഹൂദൻ്റെ പേര് മായിലാഹ, വാണ്ടറിങ് ജൂയിസ്, അല്ലാതെ മലയാളത്തിലെ പദമല്ല മാള. അത് തന്നെ അവിടെ എല്ലാം പൂട്ടിയിട്ട് പോയിക്കോ. യമാർ ഒറ്റ വീട് കൊടുക്കത്തില്ല പാസ്റ്റേ, ഭയങ്കര ബുദ്ധിമാന്മാർ. അതല്ല ലോക്ക് വിട്ട് ക്യാമറയും വെച്ചിരിക്കുക. സ്വോത്രം. പിന്നെ നമ്മുടെ കാഞ്ഞിരംകുളത്ത് തോമാച്ച ന്യൂയോർക്കിൽ പോയിട്ട് വീട്ടിൻ്റെ മുമ്പിൽ വാട്സപ്പ് ക്യാമറ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വോത്രം. ഓൺലൈനിൽ കറണ്ട് ബില്ലും അടച്ചുകൊണ്ടിരിക്കുക. മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ആസാം, യോസഫിൻ്റെ ഗോത്രത്തിൽ മനസ്സേക്കാരായിരുന്നു, സകലരും പോയതാ. അതുകൊണ്ട് അമിത്ഷായുടെ പേപ്പർ മേടിച്ച് ന്യൂഡൽഹിയിൽ നിന്ന് 276 പറഞ്ഞു ഗുഡ് ബൈ ഇന്ത്യ. ഇതൊക്കെ കാണണം, അല്ല മാങ്കൂട്ടോ തേങ്കൂട്ടോ നോക്കാതിരി, എല്ലാം പോവുക. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അമിത്ഷായുടെ പേപ്പർ മേടിച്ചിട്ട് എയർ ഇസ്രയേൽ വിമാനത്തിനകത്ത് അവർ പൊന്നുപോലെ ന്യൂഡൽഹിയിൽ നിന്ന് കയറിപ്പോയി. സ്വോത്രം. യഹൂദൻ്റെ മടങ്ങി വരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ട്രംപ് വന്നെങ്കിൽ ഇതൊരു 3-4 ലോക മഹായുദ്ധമാകത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാവിലെ ഞാനിവിടെ പറഞ്ഞു, ഇതൊക്കെ കേട്ടിട്ട് വീടും കാറും ഒന്നും വിൽക്കരുത്. ദൈവദാസന്മാരെ ശ്രദ്ധയ്ക്ക് രാവിലെ ഇവിടെ പറഞ്ഞത് സഭയിൽ പറഞ്ഞു ഒന്നുകൂടെ. എന്താ ഒരു 3-4 ലോക മഹായുദ്ധം? കർത്താവ് ഇപ്പോൾ ഉടനെ വരുമോ? അങ്ങനെയൊന്നും കർത്താവ് ഉടനെ വരത്തില്ല. 3 കാര്യം നടക്കണം. 1, മത്തായി 24:15 അതിനകത്ത് ഇങ്ങനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും ഭൂതലത്തിലൊക്കെ സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും, അപ്പോൾ കർത്താവ് മടങ്ങി വരും. 24:14 തോന്നുന്നു. വടക്കേ ഇന്ത്യ പോയവർക്കറിയാം. अभी आप लोग नॉर्थ इंडिया जाओ, 5,000 गाँवों में किसी को अभी तक पता नहीं है कौन है परमेश्वर. ആരാ കർത്താവ് നിന്ന് വരെ ആർക്കും അറിയത്തില്ല. സ്വോത്രം. അവിടെ കറണ്ട് വരാത്ത ഗ്രാമമുണ്ട്, മണ്ണെണ്ണവിളക്ക് വായിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ കർത്താവ് വരും ഉടനെ. 2ാമത്തെ കാര്യം റോമാലേഖനം 11:25 അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായ കാഠിന്യമുണ്ടാകും. അതാ ഒക്ടോബർ 7 യഹൂദൻ്റെ ജീവിതത്തിൽ തകർക്കാൻ പറ്റാത്ത മുറിവായി. 3ാമത്തെ വേറൊരു പ്രത്യാശയുണ്ട്. പത്രോസ്ലീഹ തന്നെ ചൊല്ലി ബൈബിൾ കൂടെ 2 പത്രോസ് 3:9 ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ അല്പം താമസിക്കുന്നത്, ദീർഘക്ഷമ കാണിക്കുന്നത് ചിലർ കൂടെ ഈ പെട്ടകത്തിൽ മാനസാന്തരപ്പെട്ട് കയറണം. കരമുയർത്തുന്നവർക്കാ അതാ 2025 ചരിവുവിള കൺവെൻഷൻ ചിലരോട് ഇതിനകത്ത് കയറണം. വളരെ ക്ലിയർ ആയിരിക്കണം, ബൈബിൾ ക്ലിയർ ആയിട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉടനെ എന്നും കർത്താവ് വരത്തില്ല. ഇത് വരവിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതെല്ലാം ചുരുക്കു കൂട്ടുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇതൊരു 3-4 ലോക മഹായുദ്ധം ആകത്തില്ല. ട്രംപ് ഇതിനെ വെടി നിർത്തിക്കും. മനസ്സിലാകുന്നവർക്കായി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പാകിസ്ഥാനും നിർത്തിയതുപോലെ ഇന്നത്തെ അറബ് ലീഗുമായിട്ടുള്ള പ്രശ്നമെല്ലാം ട്രംപ് നിർത്തും. അതിൻ്റെ കാര്യം ഒറ്റ കാര്യമുള്ള, ഗാസ അവർക്ക് വേണം പാസ്റ്റർ, ജോയി പാസ്റ്റർ. ഇത് തീരും, അന്ന് വെടിയും നിർത്തും. സ്വോത്രം. ഇസ്രയേൽ അത് ചെയ്യും. അതിനായി പരിപാടി നടക്കുന്നത്. ഇരമ്യ പ്രവചനം 6:14 ട്രംപ് വന്ന എന്തിന്? വിഷയം ഇവിടെ തീരത്തില്ല. ഇരമ്യ പ്രവചനം 6:14 വായിക്കാം. സമാധാനമില്ലാതിരിക്കെ, ഇന്ന് സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് അവർ പറഞ്ഞ്, സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ദാണ്ട് ഇസ്രയേലിന്റെ ലഘുവായി. നമുക്ക് കാലൊടിഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഡോക്ടർ പറയും ബാൻഡേഡ് ഇടാം, പിന്നെ വേണേൽ നമുക്ക് ലെഗമെന്റ് ശരിയാക്കാം. മനസ്സിലാകുന്നവർക്ക് സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുപോലെ സമാധാനം ഇല്ലാതിരിക്കെ എൻ്റെ ജനത്തിന് താൽക്കാലികമായി മുറിവ്. വായിച്ചിട്ട് മോനെ, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് അവർ പറഞ്ഞ് എൻ്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. അതാണ്ട് ഫസ്റ്റ് എയ്ഡ് ചികിത്സയുള്ളൂ, അല്ലാതെ ഇത് ഇവിടെ ഒന്നും തീരത്തില്ല. ഒരു വെടിനിർത്തൽ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2 ദേവാലയം ഒരേ സമയം ഭൂമിയിൽ കാണത്തില്ല. ദൈവമക്കൾ മനസ്സിലാക്കണം. 1ാമത്തെ ദേവാലയം അത് അദൃശ്യമായി സമാഗമന കൂടാരം. 2 ശലോമോന്റെ ദേവാലയം. 3ാമത്തെ ദേവാലയം കോരശിന്റെ ദേവാലയം, അത് തകർന്നു പോയി. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ ഒരു ദേവാലയമുണ്ട്.